പൊന്നുമില്ല. അറുമുഖൻ ഒരു മൂർഖനാ. ഞാൻ പലതവണ പറഞ്ഞു നോക്കി രാജിയാവാൻ. അവൻ വഴങ്ങില്ല. വഴങ്ങില്ല. നമ്പൂരിയാരുടെ വിഡ്ഢിത്തം മറ്റുള്ളവർക്കില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെ അറുമുഖൻ അറിയും. ഇവിടുന്ന് എന്താണാവോ പറഞ്ഞു വരുന്നത്? ഇയാളുടെ കാര്യസ്ഥപ്പണിയുടെ മിടുക്ക്. എന്റെ തറവാടടക്കം വിറ്റുമുടിക്കാൻ കിട്ടിയ കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റത്തരം. തിരുമേനി, നിങ്ങളുടെ തറവാട് മുടിച്ചത് ഞാനല്ല. ഊത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കിത്തുപ്പി നടന്നിരുന്നില്ലേ മനക്കിലെ കാരണവന്മാര്? നാടൊട്ടുക്ക് മൊളിസേവയും സംബന്ധമായിട്ട്. ഗോവിന്ദനാരെ മുഷിയണ്ട. കുടിയാന്മാര് വാരവും പാട്ടും വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി? മുടിഞ്ഞതെങ്ങനെയാ? മുച്ചൂടും. അത് എന്റെ കുറ്റമല്ല. അല്ല, തന്റെ സാമർഥ്യം. അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇരിക്കുന്നിടം വരെ കോടതി വിധി കാത്തു കിടക്കുമ്പോ തനിക്ക് ഈ മാളികയെ താമസിക്കാൻ കഴിഞ്ഞ്. എന്റെ മാളികയെ പറ്റി പറയണ്ട. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എന്റെ അധ്വാനഹേ. ഇല്ലത്തെ കാര്യസ്ഥപ്പണിയല്ല തനിക്ക് മറ്റെന്തായിരുന്നു ജോലി? വേറെ എന്തായിരുന്നു വരായിക? അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഇറങ്ങി പോകണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അറുമുഖനെ കാണണം. ഇല്ലത്തെ തൂമ്പും തിരുളും അടക്കം നുള്ളിയെടുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ എന്ന ആളല്ലേ. ഇനി അതിന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യസ്ഥം കൂടെ വേണം. താൻ കൂടെ വന്നേ. ഇല്ല, ഞാൻ വരില്ല. തന്നെ കൊണ്ട് അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട. വിശ്വ, ഹലോ ദേവൻ. തന്റെ അച്ഛനല്ലേ ഇവിടെ? ഇല്ല, അച്ഛൻ പുറത്തു പോയി. വാടക ഇരിക്കും. ഇല്ല. എവിടെ പോയത് അച്ഛൻ? ഇവിടെ വയലിലേക്കാവും. കരണ ആ 60 തമ്പ്രാൻ കണ്ടാ നിന്റെ ഈ കൊടിയും കമ്പൊക്കെ വലിച്ചെറിയും. ഇല്ല ചാ, ഒരു തമ്പ്രാനും ഈ കൊടി വലിച്ചെറിയില്ല. സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ ഈ കൊടി ഇവിടെ പാറും. ആ വാരം അതിഞ്ഞുണ്ടാ. അപ്പുറത്ത് വേറെ പണിയുണ്ട്. തിരുമേനിയോ? ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്താ കാര്യം? ഇന്ന് വൈകിട്ട് എന്തായാലും മിസ്റ്റർ ദേവൻ ക്ലബിലൊന്ന് വരണം. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ഞാൻ അറുമുഖനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വീട്ടിൽ കണ്ടില്ല. എന്താ കാര്യം? ഈ കാണുന്ന ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ വല്യെല്ലാം കൂടെ കയറാൻ പോകാത്രേ. അവൻ ഇങ്ങോട്ട് വന്നോ? കുറച്ചു നേരത്തെ കാറിൽ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു. കോവിലകത്തേക്കാവും. അവിടെയായപ്പോ പുള്ളിക്കാരന്റെ അടയിരിപ്പ്.